വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ചിക്കൻ, 4-5 സവാള, 2 തക്കാളിപ്പഴം, ആവശ്യത്തിന് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മിക്സിയിലേക്കിട്ട് ആവശ്യാനുസരണം ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇറച്ചിക്ക് വേണ്ടിയുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും സവാളയും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇറച്ചിക്ക് വേണ്ടിയുള്ള സവാള അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ഇപ്പോൾ അരിയുന്ന സവാള ബിരിയാണിക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുന്നതാണ്. സവാള വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇത് ഇറച്ചിക്ക് വേണ്ടിയുള്ളതല്ല, ചോറിന് വേണ്ടിയുള്ളതാണ്. ഇത് നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കുക. സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിനായിട്ട് വേണ്ടിയുള്ള അരി കുതിർക്കാനായിട്ട് വയ്ക്കാം. 2-3 വെള്ളം കഴുകിയതിന് ശേഷം 10 മിനിറ്റോ 15 മിനിറ്റോ അരി കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുക്കാനായിട്ട് വെച്ചിരുന്ന സവാള മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്ത് കോരുന്നത്. സവാളയും അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയതിന് ശേഷം അതേ സെയിം എണ്ണയിൽ തന്നെയാണ് ഇറച്ചിക്കുള്ള മസാല ഞാൻ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോറിനായിട്ടുള്ള വെള്ളവും കൂടി വയ്ക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇതിലേക്ക് ചേർത്ത് ഒരു 5-10 മിനിറ്റ് ഇത് മൂടി വെച്ച് വേകാവുന്നതാണ്. സവാളയും ഉള്ളിയും ആവശ്യത്തിന് വെന്ത് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സവാളയും തക്കാളിപ്പഴവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല എന്നിവയാണ് ചേർക്കുന്നത്. ഇവയെല്ലാം കൂടി ഏകദേശം 2-3 സെക്കൻഡ് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു ശകലം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ വേകുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ചോറിനായിട്ട് വേണ്ടിയുള്ള സ്പൈസസാണ്: 3-4 ഗ്രാമ്പു, പട്ട, ഷാജീരകം, പെരുംജീരകം, ഏലക്ക എന്നിവയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചോറ് പാകമാകാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക, പട്ട, തക്കോലം, ഷാജീരകം, പെരുംജീരകം എന്നിവയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നേരത്തെ കഴുകി വച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടി നല്ലതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്.